വൈക്കം ഇടയാഴം കല്ലറ റോഡിൽ ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചിയിൽ നിന്ന് മോഷണമുണ്ടായിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ നടന്ന മോഷണത്തിൽ സമീപത്തെ കടയിലെയും പണം നഷ്ടപ്പെട്ടു. ചമ്പിളിത്തറ ദാസന്റെ കടയിൽ പൂട്ട് പൊളിച്ചും കുടുംബക്ഷേത്രത്തിന്റെ കാണിക്കവഞ്ചി കുത്തിത്തുറന്നുമാണ് പണം അപഹരിച്ചത്. കടയിൽ നിന്നും 3000-ലധികം രൂപയും അപഹരിക്കപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, ഈ മോഷ്ടാക്കളെ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിലൊരു മോഷണം ഉണ്ടാകുന്നത്. ഈ മോഷണ ശൈലിയും എല്ലാം കണ്ട് ഈ പ്രദേശത്ത് കൃത്യമായി അറിയാവുന്ന വ്യക്തി തന്നെയാണ്, പ്രദേശവുമായി പരിചയമുള്ള ഒരു വ്യക്തി തന്നെയായിരിക്കാം ഇത്തരത്തിൽ ഇത് മോഷണം നടത്തിയത് എന്നുള്ളൊരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസും നാട്ടുകാരും എല്ലാം എത്തിയിരിക്കുന്നത്. നേരത്തെ ഇതുപോലെ തന്നെ സമാനമായിട്ടുള്ള ഒരു മോഷണം ഈ കടയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. വൈക്കം ഇടയാഴം കല്ലറ റോഡിലാണ് ക്ഷേത്രത്തിന്റെ കാണിക്കവഞ്ചി, ഒരു കുടുംബക്ഷേത്രത്തിന്റെ കാണിക്കവഞ്ചി കുത്തി തുറന്ന് മോഷണം ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ വെള്ളിയാറ വളവിന് സമീപത്തെ കടയിലും ഈ ഇത്തരത്തിൽ മോഷണം ഉണ്ടായിട്ടുണ്ട്. ഈ കടയിൽ നിന്ന് ഏതാണ്ട് 3000-ലധികം രൂപ നഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. കുടുംബക്ഷേത്രത്തിലെ കാണിക്കവഞ്ചിയിൽ നിന്ന് 5000 രൂപയോളം കവർന്നിട്ടുണ്ട്. 2 പേർ ബൈക്കിലെത്തി മോഷണം നടത്തുന്നതായാണ് CCTV ദൃശ്യങ്ങളിലുള്ളത്. ഇവർ 2 പേരും ഹെൽമെറ്റ് എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ മുഖം വ്യക്തമല്ല. ഈ കടയുടെ താഴ് ഈ കമ്പി കൊണ്ട് ഉപയോഗിച്ച് തള്ളി നീക്കിയാണ് കടയ്ക്കുള്ളിൽ കയറി മോഷണം നടത്തിയത്. ഇത്തരത്തിൽ ഈ കാണിക്കവഞ്ചിയുടെ പൂട്ട് തകർത്തുകൊണ്ട് ആയിരുന്നു മോഷണം നടന്നത്. ഇത്തരത്തിൽ ഏതാണ്ട് 5000-ഓളം രൂപയും അതുപോലെ തന്നെ 3000 രൂപയും 2 ഇടങ്ങളിൽ നിന്നായി നഷ്ടപ്പെട്ടു എന്നാണ് ഇപ്പോൾ കരുതുന്നത്. മോഷ്ടാവിനായിട്ടുള്ള തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്, അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ശരി മിഥുൻ.